കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹ വിവാദത്തിനിടെ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയതിൽ ദുരൂഹത. 18 വയസ്സ് തികഞ്ഞു എന്ന് തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം റദ്ദാക്കിയത്. വിവാഹത്തിന് ശേഷമാണ് ഈ റദ്ദാക്കൽ നീക്കം നടന്നിരിക്കുന്നത്. അനുരു അശോകൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അനുരു, ഈ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അത് കേരളത്തിൽ വന്നിട്ട് സ്വന്തം നാട് വിട്ട് ഇവിടെ വന്ന് വിവാഹം നടത്താൻ നിന്ന ആ കുട്ടികളെ, ആ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നു എന്ന് ചില ഭാഗങ്ങളിലുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംശയിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നാണോ ഇത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തെളിയിക്കുന്നത്? എന്താണത്? അനുരു അശോകനാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടത്. ഈ വിവാഹത്തിന് ശേഷം ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കി കളഞ്ഞു എന്നതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നൊരു കാര്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അനുരു അശോകൻ ഇപ്പോൾ നൽകും. അത് ഈ കുംഭമേള താരം അവരുടെ വിവാഹത്തിന് ശേഷം ഇവിടെ വന്ന് ഫർമാൻ ഖാൻ എന്ന ആളുമായിട്ട് വിവാഹം കേരളത്തിൽ വെച്ച് നടത്തുകയും അത് വലിയ നാഷണൽ ന്യൂസ് ആവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ദേശീയ തലത്തിൽ വലിയ വാർത്തയായ, വലിയ ശ്രദ്ധയും ചർച്ചയും എതിർത്തും അനുകൂലിച്ചൊക്കെ ചർച്ചയുണ്ടായ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വിവാദം ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ. ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് അവിടുത്തെ സർക്കാർ റദ്ദാക്കി കളഞ്ഞു എന്ന് ഒരു വിവരം വരുന്നത്. അതുതന്നെയും ഈ വിവാഹത്തിന് ശേഷമാണ് എന്നതാണ്. അനുരു, എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വാഭാവികമായിട്ടും ഇവരെ ഉപദ്രവിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് വിമർശിക്കുന്ന ആളുകൾ പറയുന്നതിൽ ചില കാര്യമുണ്ടല്ലോ എന്ന് നാട്ടുകാർക്ക് തോന്നും വിധത്തിലാണല്ലോ ഇത്, അല്ലേ? കൃത്യമായിട്ട് മാർച്ച് 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി ഇവിടെ മൊണാലിസ തിരുവനന്തപുരത്ത് എത്തുമ്പോഴും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുമ്പോഴും മൊണാലിസയും ഫർമാനും പറഞ്ഞത്, ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നിയ, ഈ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായി തോന്നിയ ഇടം എന്ന് പറയുന്നത് കേരളമാണ്. കാരണം മുസ്ലിമായ ഫർമാനെയും വിവാഹം കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഞങ്ങളെ കൊലപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞത്. അതുപ്രകാരം തമ്പാനൂർ പോലീസ് ഇവരുടെ വിവാഹ രേഖകൾ പരിശോധിക്കും. അതായത് ഇപ്പോൾ പരാതിക്കാരനെന്ന് പറയുന്ന മൊണാലിസയുടെ അച്ഛനടക്കം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് തമ്പാനൂർ പോലീസ് അന്ന് രേഖകൾ പരിശോധിച്ചത്. മൊണാലിസയുടെ ആധാർ കാർഡ് പരിശോധിച്ചു, ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു, പാൻ കാർഡ് പരിശോധിച്ചു. ഈ 3 രേഖകൾ പരിശോധിക്കുമ്പോഴും അന്ന് ഇപ്പോൾ പരാതിക്കാരനെന്ന് പറയുന്ന മൊണാലിസയുടെ അച്ഛൻ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് ഒരിക്കൽ പോലും പോലീസിനോട് പറഞ്ഞിരുന്നില്ല. പകരം ഇവളെ ഈ പറയുന്ന ബന്ധത്തിൽ നിന്ന് വേർപെടുത്തി തനിക്കൊപ്പം അയക്കണമെന്ന ഒരു ആവശ്യം മാത്രമാണ് അന്ന് മൊണാലിസയുടെ അച്ഛനായ ജയ്സിംഗ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് പറഞ്ഞത് അവൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അവൾ നിശ്ചയിക്കുന്ന പ്രകാരം വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ആ സമയത്ത് തന്നെ നമ്മളടക്കം, ന്യൂസ് മലയാളം അടക്കം അച്ഛൻ ജയ്സിംഗിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, മൊണാലിസ ഏത് അടിസ്ഥാനത്തിലാണോ ഈ ആധാർ കാർഡും പാൻ കാർഡും തയ്യാറാക്കിയത്, ആ ജനന സർട്ടിഫിക്കറ്റ് പട്ടികവർഗ കമ്മീഷൻ മൊണാലിസയോട് വാദം പോലും കേൾക്കാതെ, അതായത് ഒരു രേഖ റദ്ദാക്കണമെങ്കിൽ നമ്മുടേതായ ഒരു വിശദീകരണം കേൾക്കണമല്ലോ, ആ ഒരു വിശദീകരണങ്ങൾ പോലും കേൾക്കാതെ മൊണാലിസയുടെ ഈ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പട്ടികവർഗ കമ്മീഷൻ ഈ വിവാഹം നടന്നത് മുതൽ തന്നെ ഇത് ശൈശവ വിവാഹമാണെന്ന് വരുത്തി തീർക്കാനും, അല്ലെങ്കിൽ ഇത് മറ്റു തരത്തിൽ RSSകാർ ആരോപിക്കുന്നത് പോലെ കേരളത്തിൽ നടന്നത് ലവ് ജിഹാദാണെന്ന്. എപ്പോഴാണ് ഈ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത്? എപ്പോഴാണ് അത്? അങ്ങനെ റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങൾ ഈ പറയുന്ന പോലെ അവരുടെ കേൾക്കുക എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു റദ്ദാക്കലിലേക്ക് നടക്കാനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ആരുടെയും ജനന സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്ത, ജനിക്കുമ്പോൾ ജനനം രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്നതാണല്ലോ ജനന സർട്ടിഫിക്കറ്റ്. അത് പെട്ടെന്ന് ഒരു 10-18 വയസ്സ്, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങ് റദ്ദാക്കുക എന്ന് വെച്ചാൽ അതിനൊരു കാരണം ഉണ്ടാകില്ലേ? അതിൻ്റെ കാരണം എന്താണ് പറയുന്നത്? എന്ത് രേഖയായിട്ടാണത് നമ്മുടെ കൈവശം നമുക്കറിയാവുന്നത്? ഈ റദ്ദാക്കൽ നീക്കം നടന്നിട്ടുള്ളത് വിവാഹ ശേഷമാണ്. അതായത് മാർച്ച് 11-ന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു പട്ടികവർഗ കമ്മീഷൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിവാഹം ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു വൈറലായ വാർത്തയായിരുന്നു. അതായത് കേരളത്തിൽ നടക്കുന്നത് മതപരിവർത്തനമാണെന്നുള്ള
വാർത്തകളും ചിത്രങ്ങളും വരുന്നതിന് പുറകെയാണ് ഇത്തരത്തിൽ ഒരു റിയൽ കേരള സ്റ്റോറി എന്നുള്ള നിലയിൽ ഈ വാർത്തകളും അല്ലെ ഈ വിവാഹം പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിനെ എന്തുകൊണ്ടും തകർക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാക്കിയിട്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെ പട്ടികവർഗ കമ്മീഷനിലെ ആൾക്കാർ കേരളത്തിലെത്തുന്നു, ക്ഷേത്രത്തിലെത്തുന്നു, അവിടെ നിന്ന് രേഖകൾ ശേഖരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ മൊണാലിസയുടെ പ്രായം ആധാറിലടക്കം 2008 ജനുവരി 1 എന്നുള്ളതായിരുന്നു. എന്നാൽ പട്ടികവർഗ കമ്മീഷൻ ഇവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി ആശുപത്രികളിലേക്ക് പോവുക, അവിടെ നിന്ന് അവർ പറയുന്നത് ആശുപത്രി രേഖകളിൽ 2009 ഡിസംബർ 30 എന്നാണ്. അതായത് വിവാഹം നടക്കുമ്പോൾ ആശുപത്രി രേഖകൾ പ്രകാരമാണെങ്കിൽ ഡിസംബർ 30 ആവുമ്പോൾ 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് മൊണാലിസയ്ക്ക് ആയതെന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ ജയ്സിംഗ് ഭോസ്ലെ അടക്കമുള്ളവർ കേരള പോലീസിന് നൽകിയത്, മൊണാലിസ കേരള പോലീസിന് നൽകിയത് പ്രകാരം 2008 ജനുവരി 1 അവരുടെ ജനന തീയതി. ഇത് പ്രകാരമാണ് ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇത് പ്രകാരമാണ് ആധാർ വന്നിരിക്കുന്നത്, ഇത് പ്രകാരമാണ് പാൻ കാർഡ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് മൊണാലിസയോട് യാതൊരു വിശദീകരണവും ചോദിക്കാതെ അവര് ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് ആശുപത്രി രേഖകളിലാണ് ഈ പറയുന്ന യഥാർത്ഥ വയസ്സ് എന്നുള്ളത് പ്രകാരമാണ്. ഈ പറയുന്ന അവരുടെ നിർദ്ദേശപ്രകാരം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നൽകിയ നിർദ്ദേശപ്രകാരമാണ് മൊണാലിസയുടെ ഭർത്താവ് ഫർമാനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഫർമാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു ലവ് ജിഹാദായി വരുത്തി തീർക്കുവാനുള്ള, അല്ലെങ്കിൽ മൊണാലിസയുടെ വിവാഹം കേരളത്തിൽ നടന്നത് ശൈശവ വിവാഹമാണെന്നും അതിന് കേരളത്തിലെ നേതാക്കൾ, ഇടതുപക്ഷത്തെ അടക്കമുള്ള നേതാക്കൾ ഒത്താശ ചെയ്യുകയാണെന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരി, നന്ദി അനുരൂപ വിവരങ്ങൾക്ക്. എന്തായാലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മധ്യപ്രദേശ് സർക്കാർ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയിരുന്നു. അത് വിവാഹത്തിന് ശേഷമാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അനുരു അശോകൻ നൽകിയത്.